എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ ദശകം രചിച്ചിരിക്കുന്നത് മാലിനി വൃത്തത്തിലാണ്. ബാലലീലയാണ് ഈ ദശകത്തിൽ കാണിക്കുന്നത്. ഭാഗവതത്തിലെ 11 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിന് അടിസ്ഥാനം. അതായത് ദശമസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 21-ാം ശ്ലോകം മുതലാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ദശകം 45. ഐ സബലമുരാരേ പാണിജാനുപ്രചാരേ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാ ശ്രവണകുതുകഭാജൗ ചേരദുശ്ചാരുവേഗാത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഐ അല്ലയോ, സബലമുരാരേ ബലരാമനോടു കൂടിയ കൃഷ്ണ, പാണിജാനുപ്രചാരൈ മുട്ടുകുത്തി നടന്നുകൊണ്ട്, എവിടെ? ഭവനഭാഗാൻ ഗൃഹാന്തർഭാഗങ്ങളിൽ, കിമപി ഭൂഷയന്തൗ അറിയാതെ മോടി പിടിപ്പിക്കുന്നു. അതായത് ഈ കുട്ടികൾ വീടിനുള്ളിലൂടെ മുട്ടുകുത്തി അങ്ങനെ നടക്കുമ്പോൾ അത് തന്നെ ഒരു ചന്തം. ഭവന്തൗ നിങ്ങൾ രണ്ടുപേരും, ചലിതചരണകഞ്ചൗ കാലടിത്താരുകളിട്ട് ഇളക്കുന്നവരായിട്ട്, മഞ്ജുമഞ്ജീരശിഞ്ചാ ശ്രവണ കുതുകഭാജൗ മനോഹരമായ കാൽച്ചിലമ്പൊലി കേൾക്കാനുള്ള കൗതുകം കൊണ്ട്, ചേരദുശ്ചാരുവേഗാത് വേഗാത് ചാരു ചേരതു അതായത് വേഗം വേഗം ചന്തത്തിലങ്ങനെ മണ്ടി നടന്നു രാമകൃഷ്ണന്മാർ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അല്ലയോ ബലരാമസഹിതനായ മുരാരേ, അതായത് കൃഷ്ണ, മനോഹരമായ കാൽച്ചിലമ്പൊലി കേൾക്കുന്നതിൽ കൗതുകം കൊണ്ടിരുന്ന നിങ്ങളിരുവരും താമരക്കാലുകളാൽ മുട്ടുകുത്തിക്കൊണ്ട് ഗൃഹാന്തർഭാഗങ്ങളിൽ വിഹരിച്ചു തുടങ്ങി. കുട്ടികൾക്ക് പൊതുവേ ഉണ്ടല്ലോ, പുതിയ പാദസരം കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവരതൊന്ന് ഇളക്കി നോക്കും. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ബലരാമനും കൃഷ്ണനും കാൽത്തളകൾ ഉണ്ട്. മഞ്ജുമഞ്ജീരശിഞ്ചാ ശ്രവണ കുതുകഭാജൗ അതായത് ഈ കാൽത്തളകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ മനോഹരമായ ആ ചിലമ്പൊലി കേൾക്കാൻ വേണ്ടി അവർ കാല് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ മുട്ടുകുത്തി അങ്ങനെ നടന്ന് പതുക്കെ പതുക്കെ എഴുന്നേറ്റ് വേഗാ ചാരുചേരതു വേഗം വേഗം ചന്തത്തിൽ മണ്ടി നടന്നത് എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.